നിലപാട് മാറ്റിയാൽ കൂടെ കൂട്ടാന്നുള്ളതാണ്. ഇപ്പൊ ആര്യാ കൂട്ടാ? സതീശനെ കൂട്ടും. RSS മാറ്റിയാലും നിലപാട് സതീശനെ കൂട്ടും. RSS നിലപാട് മാറ്റിയാലും ആരായാലും കൂട്ടും. നിലപാടും രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം. അല്ലാണ്ട് വേറെ എന്താ വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നെങ്കിലും ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾക്ക് നിലപാടാ പ്രശ്നം, നയാ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപപ്പെട്ടത് വന്നതല്ല. കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റി വന്നാൽ വേണമെങ്കിൽ അല്ലെ മതരാഷ്ട്രവാദവും വർഗീയതയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂവൽ തന്നെ അതാണ്. പിന്നെ മാറ്റി വരിക RSSനെ മാറ്റി വരാൻ പറ്റുമോ? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ RSSന് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന് സാധിക്കുമോ? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയാം. നയപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എനിക്ക് ചോദിക്കാൻ സാധിക്കൂ. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ഇവിടെ? നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. യെസ്, ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. അദ്ദേഹം ചോദ്യത്തിന് മറുപടി എന്നോണമാണ് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കുമെന്ന കാര്യം പറയുന്നത്. പിന്നീട് അദ്ദേഹം അവരുടെ രാഷ്ട്രീയ നിലപാടൊക്കെ നോക്കുമെന്ന വാദങ്ങളൊക്കെ പിന്നെ ഉന്നയിക്കുന്നത്. രഞ്ജിത്തിനോടാണ് അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, MV ഗോവിന്ദന്റെ ഒരുപക്ഷെ ഈ വാക്കുകൾ നിലമ്പൂരിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ തുടർ ചർച്ചകൾക്ക് ഇടവച്ചേക്കുന്നതാണ്. അങ്ങനെ ആരെയും സ്വീകരിക്കാനിരിക്കുന്ന മുന്നണിയാണോ ഇടതു മുന്നണി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. MV ഗോവിന്ദൻ ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടി എന്തായിരുന്നു? ആരെയും സ്വീകരിക്കുമെന്ന വാദം ഉന്നയിച്ചത് PDP ബന്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു MV ഗോവിന്ദൻ ഈ ഒരു നിലപാടെടുത്തത്? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെ വേണം നമുക്ക് കാണാൻ. കാരണം എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി LDFന് എതിരാളികളാണ്, LDFന് സ്വീകരിക്കാൻ പറ്റാത്ത കക്ഷിയാകുന്നു, അതേ സ്ഥാനത്ത് PDPയെ അവർ സ്വീകരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് MV ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിഹാസം സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം PDP വർഗീയ കക്ഷിയാണ് എന്ന് പലതവണ പറഞ്ഞ ഒരു മുന്നണി കൂടിയാണ് LDF. ജമാഅത്തെ ഇസ്ലാമിയുമായി തലയിൽ മുണ്ടിട്ട് പോയല്ല, നേരിട്ടാണ് ചർച്ച നടത്തുന്നത് എന്ന് 2011 പറഞ്ഞ നേതാവാണ് പിണറായി വിജയൻ. അതൊക്കെ ഇന്നലെ VD സതീശൻ ഉന്നയിച്ച പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. പക്ഷേ ഈ ബന്ധങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഞാൻ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എങ്ങനെ PDP ഇപ്പോൾ നിങ്ങൾക്ക് വർഗീയ കക്ഷി അല്ലാതാകുന്നു എന്ന് ചോദിച്ചപ്പോൾ നയങ്ങളും നിലപാടുകളും മാറ്റിയാൽ ഞങ്ങൾ ആരെയും സ്വീകരിക്കും എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ RSSനെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നയവും നിലപാടും മാറ്റി വരട്ടെ, അങ്ങനെയാണെങ്കിൽ RSSനെയും വേണമെങ്കിൽ VD സതീശനെയും സ്വീകരിക്കാം എന്നുള്ള കൃത്യമായ മറുപടി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകുകയാണ്. അതായത് നയങ്ങളും നിലപാടുകളും രാഷ്ട്രീയവുമാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ മുന്നണിയിലേക്ക് സ്വീകരിക്കും. അതിപ്പോൾ വോട്ടിൻ്റെ പ്രശ്നമല്ല, പാർട്ടിയുടെ പ്രശ്നമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിമർശനങ്ങളുടെ ഒന്നും പ്രശ്നമല്ല, നയങ്ങളും നിലപാടുകളും മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുകയാണ്. ക്ഷുഭിതനായാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നയം? മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട, വർഗീയതയുമായി ബന്ധപ്പെട്ട അവർ സ്വീകരിക്കുന്ന നയം, ആ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ ഒരിക്കലും തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും നയങ്ങളും നിലപാടുകളും തന്നെയാണ് പ്രശ്നം. അത് മാറ്റി വന്നാൽ ആരെയും പിന്തുണയ്ക്കാൻ തയ്യാറാകും എന്ന് പറയുന്നത് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ചർച്ചാ വിഷയമായി മാറുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF വലിയ വിമർശനം നേരിടുന്നത് UDFിനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇവിടെ നിലമ്പൂരിൽ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് LDF കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് PDP LDFന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ പറഞ്ഞതും ഇന്ന് ആവർത്തിച്ചതും പീഡിപ്പിക്കപ്പെടുന്നവരുടെ പാർട്ടിയാണ് PDP എന്നുള്ളതാണ്. കാരണം അബ്ദുൽ നാസർ മദനിയൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ ജയിലിലും മറ്റും. അതിനുശേഷം ആ കാലഘട്ടത്തിന് ശേഷം നയം മാറ്റിയാണ് ആ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നയം മാറ്റിയ പാർട്ടി തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ളതാണ്. നമുക്കതിൻ്റെ തുടർ പ്രതികരണങ്ങളൊക്കെ തേടേണ്ടതുണ്ട്. കോൺഗ്രസും BJPയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമുക്കൊരു പക്ഷേ ലഭിച്ചേക്കാം ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. സണ്ണി ജോസഫ് ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി തേടിയാൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് കൂടി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പ്രസ്താവന വഴിവെച്ചിരിക്കുകയാണ്. സൈത്ത്, ഏറ്റവും പ്രത്യേകത MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ PDP ബന്ധത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഈ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കുമെന്നതിൽ തർക്കമില്ല. VV അരുൺ കൂടിയുണ്ട്. രഞ്ജിത്ത് തുടരണം. അരുണ്,
എം വി ഗോവിന്ദന്റെ വാക്കുകൾ, നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും. ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ വിഷയമാണ്. ഞങ്ങൾക്കൊപ്പമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുന്ന ആരെയും സ്വീകരിക്കും. PDP ഇടതുപക്ഷത്തിന് ചേരുന്ന രീതിയിലുള്ള രാഷ്ട്രീയം മാറ്റി എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് PDP ബന്ധം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ CPM കണ്ടെത്തുന്ന ഒരു ന്യായം, വാദം അങ്ങനെ തന്നെയാവാം. പക്ഷേ ആരെയും സ്വീകരിക്കുമെന്നൊരു നിലപാട് CPMന്റെ ഒരു പൊതു നിലപാടായി മാറുമോ? മറിച്ച് ഇത് എം വി ഗോവിന്ദന്റെ നിലപാട് മുന്നണിക്കകത്ത് ഒരുപക്ഷെ വലിയ ചർച്ചകൾക്ക് ഇടവെച്ചേക്കില്ലേ? മറ്റ് മുന്നണി നേതൃത്വങ്ങളും ഇത് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. സഹിത്ത് നിലമ്പൂരിലെ രാഷ്ട്രീയ ശക്തി നോക്കിയാൽ, അല്ലെങ്കിൽ ബലാബലം നോക്കിയാൽ, ഒരുപക്ഷെ മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഒക്കെ ആകുമ്പോൾ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായെങ്കിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന 2 പേരുകൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, അവരുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി, മറ്റൊന്ന് PDP. ഇവരിൽ ആരാണ് വർഗീയത കൂടുതലുള്ള ശക്തി എന്നൊരു തർക്കമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. ഏതായാലും CPM നിലപാട്, PDP നേരത്തെ അവരുടെ നിലപാടുകൾ മാറ്റിയവരാണ്. കടുത്ത നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പാർട്ടിയുടെ, പ്രത്യേകിച്ച് അവരുടെ നേതാവ് അബ്ദുൽ നാസർ മദനി. പക്ഷേ അതിനുശേഷം അവർ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. 2009 ശേഷമൊക്കെ അവർ അത്ര മതേതര നിലപാട് പലപ്പോഴും പറയുന്നത്, പ്രസംഗിക്കുന്നത്. അവരുടെ നേതാവ് മദനി പോലും നേരത്തെ ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന്, അല്ലെങ്കിൽ നേരത്തെയുള്ള പ്രവർത്തി തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാട് അവർ മാറ്റി വന്ന പാർട്ടിയാണ്. അവരെ ഇപ്പോഴും വർഗീയ കക്ഷിയെ കാണേണ്ടതില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടി അങ്ങനെയല്ല, മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയും സംഘടനയുമാണ്. അവരെയും ഇവരെയും താരതമ്യം ചെയ്യാൻ, അവരെയും PDPയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇത്തരമൊരു വാദം CPM മുന്നോട്ട് വയ്ക്കുന്നത്. നിലപാട് മാറ്റിയ, വർഗീയ നിലപാട് മാറ്റി മതേതര നിലപാടിൻ്റെ വഴിയിലേക്ക്, മതേതര പാതയിലേക്ക് വന്ന പാർട്ടിയാണ് PDP. അവരെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ തെറ്റുതിരുത്തി ആര് വന്നാലും അവരെ സ്വീകരിക്കാം. അത് തെറ്റില്ല. തെറ്റുതിരുത്തി വരുന്നവരെ സ്വീകരിക്കാൻ തെറ്റില്ല. നേരത്തെ ഇന്ന് രാവിലെ എം സ്വരാജിൻ്റെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദ്യം ചോദിച്ചിരുന്നു. സക്കീർ എന്ന CPM പ്രവർത്തകരെ നേരത്തെ കൊന്ന കേസിലെ മുഴുവൻ പ്രതികളും, 95-ലാണ് സംഭവം ഉണ്ടാകുന്നത്, അതിലെ മുഴുവൻ പ്രതികളും PDPക്കാരാണ്. ആ സക്കീർ എന്ന രക്തസാക്ഷിയെ CPM മറന്നു എന്ന ചോദ്യത്തിന് എം സ്വരാജിൻ്റെ മറുപടിയും വളരെ കൗതുകമുള്ളതായിരുന്നു. 95-ൽ നടന്ന സംഭവമാണ്. ഇപ്പോൾ 2025-ആണ്. ഈ കാലയളവിനിൽ ആ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. സക്കീർ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, സക്കീർ നിലകൊണ്ടത് വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ്. അതിനുവേണ്ടിയാണ് സക്കീറിൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നത്. സക്കീറിൻ്റെ അന്നത്തെ രാഷ്ട്രീയം, അതേ ലക്ഷ്യം ശരിയാണെന്ന് ഇപ്പോൾ തെളിയുന്നു. അതായത് PDP പോലും ആ വർഗീയ പാത ഉപേക്ഷിച്ച് മതേതര പാതയിലേക്ക് വന്നു. അതാണ് മാറ്റം. അവിടെയാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ മാറി വരുന്നവരെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് CPMന്റെ വാദം. PDP വോട്ടുകൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ PDP വോട്ടുകൾ വേണ്ടെന്ന് വയ്ക്കില്ല എന്ന നിലപാടിനെ ന്യായീകരിക്കാൻ CPM നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അതാണ് കോൺഗ്രസും ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾക്കൊപ്പം കൂടുമ്പോൾ എല്ലാം ശുദ്ധരും, അത് കഴിഞ്ഞാൽ മറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ വർഗീയവാദികൾ എന്ന് പറഞ്ഞ നിലപാട് എന്ത് നിലപാടെന്നാണ് കോൺഗ്രസും ചോദിക്കുന്നത്. ഏതായാലും SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെ ചുറ്റിയാണ് ഒരു പരിധിവരെ ഹിന്ദു മഹാസഭ. അത് ആ രീതിയിൽ അത്രയധികം ക്ലച്ച് പിടിക്കുന്ന ഒരു വിവാദത്തിലേക്ക് മാറിയിട്ടില്ല. ബാക്കി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് സാമുദായിക സംഘടനകളെയും അവരുടെ വോട്ടിനെയും ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമാണ് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇവരുടെ വോട്ടുകളുടെ ശക്തി എത്രയുണ്ട്, അവരുടെ സംഘടനാ ശേഷി എത്രയുണ്ടെന്നതൊക്കെ വളരെ തുലവും കുറവെന്ന് പറയുമ്പോഴും അവരുടെ ഓരോ വോട്ടും നിർണായകമാണ്. ആരുടെ വോട്ടും വേണ്ടെന്ന് വയ്ക്കാൻ ഈ ഘട്ടത്തിൽ ഇടത് വലത് മുന്നണികൾ തയ്യാറാകില്ല. കാരണം അത്രയധികം ശക്തമായൊരു മത്സരത്തിലേക്ക് PV അൻവർ അപ്പുറത്തുണ്ട്. BJP പൊതുവിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും BJP ഒരു മൂന്നാം കക്ഷിയായി തന്നെ ഇവിടെ ആ മുന്നണിയുണ്ട്. അൻവർ കൂടി വരുമ്പോൾ ചതുഷ്കോണ പോരിലേക്ക് മാറും. ഓരോ വോട്ടും നിർണായകമാണത്. SDPയുടെ വോട്ടായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും BJPയുടെയും വോട്ടായാലും നിർണായകമാണ്. ആ ഓരോ വോട്ടും സമാഹരിക്കാനുള്ള, തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ ഒപ്പം നിർത്താനുള്ള, അവരുടെ മുൻകാലങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വെള്ളപൂശി അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് രണ്ട് മുന്നണികളും ഒരു പരിധിവരെ BJPയും ഇവിടെ ശ്രമിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി നിലമ്പൂരിൽ ആരെ തുണയ്ക്കും, ആരെ തള്ളുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. രഞ്ജിത്ത്, ഈ കോൺഗ്രസിന്റെ മറുപടി നമ്മൾ മുമ്പ് കേട്ട് കഴിഞ്ഞു. അതായത് CPMന്റെ വാദം, CPM പിന്തുണയ്ക്കുന്നവരെല്ലാം പരിശുദ്ധർ എന്ന നിലപാടിലേക്ക് CPM വരികയാണ്. ആ വാദം എങ്ങനെ അംഗീകരിക്കുമെന്ന മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നേരിടുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്തിനോട് ഈ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിനും മറുപടിയുണ്ട്. ആരെയും സ്വീകരിക്കുമെന്ന നിലപാടും അതിൽ എം വി ഗോവിന്ദൻ്റെ നിലപാടിനെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് UDFന്റെ കൂടുതൽ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ സാധ്യതയില്ലേ? പ്രത്യേകിച്ച് RSSനെയും സ്വീകരിക്കുമെന്ന് പരോക്ഷമായെങ്കിലും അദ്ദേഹം പറയുമ്പോൾ, ഒരുപക്ഷെ നേരിട്ടല്ല, അദ്ദേഹം ഒരു തമാശ രൂപേണ ഒരുപക്ഷെ ഉദ്ദേശിച്ചതാവാം. പക്ഷേ ആ പറയുന്നതിന് പിന്നിൽ
എന്ത് നിലപാട് മുമ്പ് എടുത്തവരായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവരുമായി ഞങ്ങൾ കൂട്ടുചേരും എന്നൊരു സന്ദേശമല്ലേ അത് അങ്ങേയറ്റം വിമർശിക്കപ്പെടാൻ സാധ്യതയല്ലേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF അടക്കം ഇത് ഏറ്റെടുക്കുമ്പോൾ? സൈത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നേരത്തെ എടുത്ത നിലപാടുകളല്ല പ്രശ്നം. നമുക്കറിയാം പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ ഈ നേരത്തെ ഉണ്ടാകുന്ന നിലപാടുകൾ അത് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം നേരത്തെ PDPയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന LDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വലിയ വിമർശനം വർഗീയത പ്രചരിപ്പിക്കുന്നു. അബ്ദുൽ നാസർ മദനിയുടെ ഒക്കെ പ്രസംഗം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വലിയ തോതിലുള്ള വിഷലിപ്തമായ കാര്യങ്ങൾ പ്രവഹിപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും കൃത്യമായി തന്നെ വർഗീയത പറഞ്ഞു വെച്ചിരുന്ന ഒരാൾ, അയാളുടെ പാർട്ടി, അയാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു പാർട്ടി, ഒരുപക്ഷെ അബ്ദുൽ നാസർ മദനി ജയിലിൽ പോയതിനു ശേഷം ആ പാർട്ടിക്കുണ്ടായ പരിവർത്തനങ്ങൾ, അവർക്കുണ്ടായ നിലപാട് മാറ്റങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് CPM വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് പഴയ നയമുള്ള, പഴയ നിലപാടുള്ള, പഴയ രാഷ്ട്രീയമുള്ള പാർട്ടിയല്ല PDP എന്ന് പറയുമ്പോൾ അവരുടെ പിന്തുണ അവർ LDF നൽകുമ്പോൾ അത് സർവാത്മന സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുന്നിടത്താണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ ചർച്ച ഉയർന്നു വരേണ്ടത്. നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ നേരത്തെയുള്ള നിലപാട് എന്താണോ അത് മാറ്റി അഗ്നിശുദ്ധീകരണം നടത്തി വന്നാൽ, ഇപ്പോൾ RS ആയാലും RSന്റെ മതരാഷ്ട്രവാദം അതുമായി ബന്ധപ്പെട്ട് വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ RS ആയാലും അത്തരത്തിൽ നിലപാട് മാറ്റി വന്നാൽ LDFന്റെ ഭാഗമാക്കുമോ? അവർ അങ്ങേരെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ വിദൂര സാധ്യതയും വിദൂര പ്രതീക്ഷയും വിദൂര സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും പലർക്കും. അത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിച്ചാലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ അവരെയും സ്വീകരിക്കുമോ എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. വേണമെങ്കിൽ സതീശനും ഞങ്ങളുടെ ഭാഗമാകാം, പക്ഷേ അപ്പോൾ VD സതീശനും നിലപാടും നയവും മാറ്റി വരണം എന്നുള്ള കാര്യം കൂടി MV ഗോവിന്ദൻ മാസ്റ്റർ തമാശ രൂപയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പതിവ് ഗൗരവം വിടാതെ പറയുന്ന സാഹചര്യം അതുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ എല്ലാ തലത്തിലും നിലപാടും നയവും മാറ്റി വരുന്ന ഏത് ആളുകളെയും അവരുടെ പൂർവ്വകാലം ചെയ്യാതെ, അവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിക്കാതെ, അവരെന്ത് നയം പൂർവ്വകാലം സ്വീകരിച്ചോ അതൊന്നും കണക്കിലെടുക്കാതെ സ്വീകരിക്കും എന്ന് പറയുന്ന നയം അത് LDFന് എപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇക്കാര്യം പറയുന്നത് എന്ന് ഓർക്കണം. CPIക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടാകും. അങ്ങനെ നയങ്ങൾ മാറ്റി വന്നാൽ നിങ്ങൾ ഏത് മുന്നണിയും സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഏത് പാർട്ടിയും സ്വീകരിക്കുമോ മുന്നണിയിലേക്ക് എന്ന ചോദ്യം CPI ഉയർത്തിയാൽ അതിനും ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി പറയേണ്ടി വരും. നമുക്കറിയാം MV ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല ഈ LDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം CPM എന്ന അതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റ് ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം എന്നുള്ളത് അറിയാനും കൗതുകമുണ്ട്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വമൊക്കെ ഇവിടെ നിലമ്പൂരിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഒരു പക്ഷേ അല്പസമയത്തിനും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ LDFന്റെ പൊതു നിലപാടാണോ അതോ CPMന്റെ നിലപാടാണോ, അത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മാത്രം PDP പിന്തുണച്ചതുകൊണ്ട് മാത്രം എടുക്കേണ്ടി വന്ന ഒരു നിലപാടാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ തൊട്ടുകൂടാൻ വയ്യാത്തവരാണെന്നും PDP ഞങ്ങൾക്കിപ്പോൾ പ്രിയപ്പെട്ടവരാണ് എന്നും പറയുന്നതിലുള്ള പ്രശ്നം ഇതിനോട് ചേർത്ത് വെക്കണം സജിത്ത്. അതുതന്നെയാണ് ഓരോ ദിവസവും നമുക്കറിയാം, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ പുതിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നത്തെ ജമാഅത്ത്, നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരു സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ പുറകോട്ട് പോയ പശ്ചാത്തലമുണ്ട്, UDFന് പിന്തുണ നൽകുന്നില്ലെന്ന്. അതൊക്കെയായിട്ട് ചേർത്ത് വെക്കുമ്പോൾ LDF ചില കാര്യങ്ങൾ നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നു, ചില വോട്ട് ബാങ്കുകൾ അവർക്ക് തേടുന്നു. നമുക്കറിയാം ലീഗ് വളരെ കരുത്തരായ ഒരു മണ്ഡലമാണ്. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുടെ 4000-5000 വോട്ടാണെങ്കിൽ പോലും അവരുടെ പിന്തുണ കൂടി വരുമ്പോൾ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ അല്ലെങ്കിൽ അതിനെ മാറ്റി കവച്ചു വെക്കാനാണ് ഈ PDP അടക്കമുള്ള കക്ഷികളുടെ, ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരുടെ പിന്തുണ LDF സ്വീകരിക്കുക. അത്തരത്തിൽ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ് സജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലമ്പൂർ പോരിന്റെ ചൂടും ചൂരും വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ വാക്കുകൾ. കാരണം മുൻ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് ഈ നിലമ്പൂരിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിൽ നിലമ്പൂർ പോര് അത്ര കണ്ട് രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഈ CPMന്റെ ഈ നീക്കത്തെ കോൺഗ്രസ് തുറന്ന് എതിർക്കുകയാണ്. അല്പസമയം മുമ്പാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഒരു കാര്യമുണ്ട്, ഈ ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് ആര് നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം, അത് സതീശനായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും MV ഗോവിന്ദൻ പറഞ്ഞാണ്. ഗോവിന്ദൻ മാസ്റ്റർ അവിടെ തന്നെ ഇതില്ല, ക്യാമറ. ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം AK ശശീന്ദ്രന്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ. AK ശശീന്ദ്രന്റെ നിലപാട് ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടോ എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ. ഇതാണ് സണ്ണി ജോസഫിന്റെ നിലപാട്. അരുൺ തുടരുന്നുണ്ട്. അരുൺ,
ഒരു പക്ഷേ ഈ എം വി ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവന നിലമ്പൂർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടും. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങളാണ്. അത് തിരിച്ചറിവുണ്ടായിട്ട് കൂടിയും ആരെയും നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കുമെന്ന പ്രസ്താവനയിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോകുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂർ പോരിൻ്റെ ഒരു രാഷ്ട്രീയ പോരോ അതല്ലെങ്കിൽ അത് ഇഞ്ചോടിഞ്ച് നീങ്ങുന്നു എന്നുകൂടിയല്ലേ? അങ്ങനെ ഒരു നിലപാട് CPM-ന് പൊതുവിലുണ്ടോ? കാരണം എങ്ങനെയും ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം ചില വിട്ടുവീഴ്ചകളാവാം എന്ന സാഹചര്യം CPM സ്വീകരിച്ചു കഴിഞ്ഞതാണോ? നേരത്തെയും ഇത്തരത്തിൽ RSS നിന്നൊക്കെ വന്ന ആളുകളെ CPM സ്വീകരിക്കുകയും വല്ല പ്രധാനപ്പെട്ട പദവി പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ നൽകിയിട്ടുമുണ്ട്. OK വാസു പോലുള്ള നേതാക്കൾ അതിൻ്റെ ഉദാഹരണവുമാണ്. പക്ഷേ ഇത് അങ്ങനെ ഒരു ആലോചിച്ച തീരുമാനമാകാൻ വഴിയില്ല. പകരം എം വി ഗോവിന്ദൻ ഈ ഒരു സ്വാഭാവികമായ ഒരു വാദപ്രതിവാദം പോലെയാണ് അദ്ദേഹം പല വാർത്താ സമ്മേളനങ്ങളെയും മാധ്യമ ചോദ്യങ്ങളെയും ഒക്കെ കാണുന്നത്. അദ്ദേഹം എപ്പോഴും പറയാറുമുണ്ട്, എനിക്ക് ചോദ്യം ചോദിക്കുക മാത്രമല്ല ഉത്തരം പറയുക, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മാത്രമല്ല ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനും അദ്ദേഹം ഒരു അധ്യാപകന്റെ ശൈലിയാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതാകാം ഒരുപക്ഷെ ഇന്ന് അത്തരമൊരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആര് വന്നാലും അവിടെ ഇത്തരത്തിൽ PDP-യുടെ മുൻകാല ചെയ്തികൾ മറന്നുകൊണ്ട് അവരെ ഒപ്പം കൊണ്ട് ശരിയാണെന്ന രഞ്ജിത്തിന്റെ ചോദ്യത്തിനാണ് ആ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത്. ആര് വന്നാലും അത് VD സതീശനായാലും നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കാം, അതുതന്നെ CPM നിലപാടെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനപ്പുറത്തേക്കൊരു CPM ആലോചിച്ചെടുത്ത തീരുമാനമോ അല്ലെങ്കിൽ അത്തരമൊരു കൃത്യമായ ഒരു പ്രത്യശാസ്ത്ര തീരുമാനമോ ഒരു നിലപാടോ ഒന്നും ആയി കാണാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയമാണ്. നിലമ്പൂർ വളരെ കാര്യമായി ഇത്തരം നിലപാട് ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ചർച്ചയായി മാറും. ശരി, അരുൺ മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, അല്പസമയം മുമ്പാണ് എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇത്തരം എല്ലാവരുടെയും പിന്തുണ തേടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവം നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം തൊട്ട് പ്രകടമാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഈ ഇടതുമുന്നണി ആരെയും സ്വീകരിക്കുമെന്ന പൊതു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഇടതുമുന്നണിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും നേതാക്കളും ഉണ്ടല്ലോ. പക്ഷെ അവരെയൊക്കെ സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. അങ്ങനെ കരുതേണ്ടതുണ്ടോ ഈ പ്രസ്താവനയെ? അല്ല, നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിലപാട് എന്താണെന്നും എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ പാർട്ടികളൊക്കെ നിലപാട് മാറ്റിയിട്ടാണ് വന്നത് എന്ന് വേണം അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോ 2015 വരെ വെൽഫെയർ പാർട്ടിയുമായിട്ടും അതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും CPM സഹകരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവർ അന്നും ഇന്നും എന്നും മതരാഷ്ട്രവാദികൾ തന്നെയാണ്. ഈ രാജ്യത്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ കാര്യം ഗോവിന്ദൻ മാഷിനും അറിയാം, പിണറായി വിജയനും അറിയാം, കോടിയേരി ബാലകൃഷ്ണനും അറിയാമായിരുന്നു. പിന്നെ അവരുമായിട്ട് ചേർന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ 10-12 വോട്ടുണ്ട്. വലിയ ഒരു വോട്ട് ബാങ്കൊന്നുമില്ല. എങ്കിൽ പോലും 8 കിട്ടിയതായി എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കൂട്ടിച്ചേർന്നു. അവരിപ്പോൾ UDF-ന്റെ കൂടെ പോയപ്പോൾ ഇവർ മതരാഷ്ട്രവാദികളായി, മതമൗലികവാദികളായി, ആ വിധ്വംസക ശക്തിയായിട്ട് മാറി. ഇത്രയുള്ള നിലപാട് അത് തന്നെയാണ് PDP-യുടെ അവസ്ഥ. ഈ PDP 2001 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? 2006 തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പിന്നീട് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായി വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ സ്വീകരണ മഹായോഗത്തിൽ പങ്കെടുത്തു. ഈ ശംഖുമുഖത്ത് CPM-ന്റെ വലിയ ജാഥ സമാപിച്ചപ്പോൾ അച്യുതാനന്ദനെ കണ്ടപ്പോൾ എഴുന്നേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദുൽ നാസർ മദനിയെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നു, അതല്ല അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതാണ് നിലപാട് മാറ്റം. അപ്പൊ അച്യുതാനന്ദന്റെ നിലപാടാണോ മദനിയുടെ നിലപാടാണോ കൂടുതൽ സ്വീകാര്യം എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ കാലാകാലങ്ങളിൽ വൈറ്റിപ്പഴപ്പിന്റെ ഭാഗമായിട്ട് ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഗോവിന്ദൻ മാഷും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ കവിഞ്ഞ രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല. സന്ദീപ് വാര്യർ BJP-യുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്ത ഇടതുപക്ഷ നേതാക്കളാണ്. അദ്ദേഹം ആ ചാക്കിൽ കയറാതെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ വെറുക്കപ്പെട്ടവരായി, അറക്കപ്പെട്ടവനായി. ഇല്ലേ പ്രശ്നമുള്ളൂ. അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊക്കെ പുരോഗമനം, നവോത്ഥാനം, പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി, മർദ്ദിതരുടെ പാർട്ടി, വേദന അനുഭവിക്കുന്നവരുടെ പാർട്ടി, അവരെ എതിർക്കുമ്പോൾ അത് മതമൗലികവാദം, ഗുണ്ടായുസം, വിധ്വംസക പ്രവർത്തനം, അത്രേ ഉള്ളൂ. ഈ PDP ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ഇടതുമുന്നണിയും ഒപ്പം UDF-ഉം പിന്തുണ തേടിയ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ച 2 വിഭാഗങ്ങളാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇവർക്ക് അത്ര കണ്ട് വലിയ സ്വാധീനമുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഇവർക്ക് അത്ര വലിയ വോട്ട് സ്വാധീനമുള്ളതായി നമുക്ക് കണക്കുകളില്ല. ഒരുപക്ഷെ ഇനി ഈ നിലമ്പൂരിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയ്ക്ക് വേണ്ടിയാണോ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ, വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുന്നതിന് കാരണം? കാരണം ജമാഅത്തെ സംബന്ധിച്ചോളം പറഞ്ഞ ആ പാർട്ടിക്ക് ഒരു കാലത്ത്
ജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു സഹാനുഭൂതി, പ്രത്യേകിച്ച് മത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സഹാനുഭൂതി ആ പാർട്ടിയോടുണ്ടായിരുന്നു. അതിന്റെ നേതാവ് അബ്ദുൾ നാസർ മദനി ആ ഒരു കാലത്ത് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പൊതുവെ ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. ഇന്നിപ്പോ PDP എന്ന് പറഞ്ഞ പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ. അത് ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ആ ഒരു പാർട്ടിയാണ്. ഒരു അണഞ്ഞു പോയ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാറ്റ് പോയ ബലൂൺ എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല. മലബാറിലും ഇല്ല, തിരുവിതാംകൂറിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ്. അത് വിധ്വംസക പാർട്ടി തന്നെയാണ്, യാതൊരു സംശയവും. PDP പോലെയല്ല, അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ അസംബന്ധമാണ്. ഇപ്പൊ ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രതിവിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പിൻസീറ്റിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിൽ മുഹമ്മദ് യൂനസിനെ നിർത്തിയിരിക്കും. അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത്. ഇത് സതീശന് അറിയാൻ പാടില്ലാത്തതല്ല, ഇത് സണ്ണി ജോസഫിന് അറിയാൻ പാടില്ലാത്തതല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ പാടില്ലാത്തതല്ല. 10 വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ അവരുടെ വോട്ടൊന്നും ആര്യയുടെ ഷൗക്കത്തിന് കിട്ടുമൊന്നുമില്ല. കാരണം ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ മതമൗലികവാദ മതരാഷ്ട്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും എതിര് നിന്നുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ഷൗക്കത്ത് തന്നെ അതിനെ എതിർക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിനോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അത് എനിക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. വേണമെന്ന് പറഞ്ഞാൽ അവരോട്ട് വോട്ട് ചെയ്യുകയുമില്ല. അത് വേറെ കാര്യം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിലമ്പൂർ പോരിൽ ഈ ചെറു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ നേടാനുള്ള മുന്നണി നേതൃത്വങ്ങളുടെ നീക്കത്തിന് പിന്നിൽ ഒരു വിശാല താല്പര്യമുണ്ടാവാം. 2026 നീളുന്ന ഒരു പാലമിടുക എന്നതുകൂടിയാവാം നിലമ്പൂരിൽ നിന്ന് തുടക്കമിടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം നീക്കങ്ങളെ കാണേണ്ടത്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറമുള്ള വിശാല അർത്ഥത്തിലുള്ള ഒരു നീക്കം കൂടിയായി അത് മാറിയേക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ UDF പുണരുമ്പോൾ ഇടതുപക്ഷം പുണരുന്നത് PDP യെയാണ് എന്ന പ്രത്യേകതയുണ്ട്.